സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഇന്ന് ഉച്ചയ്ക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് നാളെ നോമിനേഷൻ കൊടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ധാരണയുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ തെളിവ്. അല്ലെങ്കിൽ ഏതൊക്കെ ലീഡേഴ്സ് നിലമ്പൂരിൽ തന്നെ BJPക്ക് ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ TV-യിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരള കോൺഗ്രസ്സുകാരനായിരുന്നു, ബാലകൃഷ്ണ പിള്ളയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ജോസഫിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ പോവുകയാണ്, നാളെ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഡീൽ തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയർ ആൾക്കാരവിടെ നിർത്തിയാൽ പോരെ. അതിന് പകരം പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുക. ഇത് ആ ഡീലിൻ്റെ ഭാഗം തന്നെയാണ്. മതിയല്ലോ അല്ലേ? ശരി. കോൺഗ്രസ് നേതാവ് K. മുരളീധരന്റെ പ്രതികരണം. ഈ തലേ ദിവസം രാത്രി PV അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ പോയതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു അത്. പിണറായി സത്തിനെതിരെ പോരാടുന്നവരാണ് ഒരേ സമയം UDF-ഉം അൻവറും. ആ നിലക്ക് മത്സര രംഗത്ത് മാറി നിൽക്കണമെന്നായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി ആവശ്യപ്പെട്ടത്. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നില്ല എന്ന് മുരളീധരൻ പറയുകയാണ്.